മുദ്രാവാക്യം എന്നതിൽ നിന്നും അപ്പുറം വികാരവായ്പോടെ സ്നേഹവായ്പോടെ അവർ ഏറ്റുപാടിയതാണ്, അവർ ഏറ്റുവിളിച്ചതാണ് കണ്ണേ കരളേ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന ആ വാചകം VSന്റെ ചുണ്ടുകൾക്കിടയിൽ ഒരു ചെറിയ പുഞ്ചിരി വരുത്തിയത് നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ മുദ്രാവാക്യം, ആ വിളികൾ, ആ സ്നേഹവായ്പ്, ആ മനുഷ്യരിങ്ങനെ ഏറ്റേറ്റേറ്റേറ്റ് വിളിക്കുമ്പോൾ പാടുമ്പോൾ അതിന് നിശബ്ദമായി VS അത് കേൾക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് കരുതാം, അല്ലെങ്കിൽ അത് അദ്ദേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നുണ്ടെന്ന് നമുക്ക് കരുതാം. ആ പ്രതീക്ഷയിലാണ് ഈ മനുഷ്യരൊക്കെയും ഇവിടെ നിൽക്കുന്നത്. ഷീജ, അടുത്ത കേന്ദ്രം ചാത്തന്നൂരാണ്. കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരത്ത് കണ്ടതിന്റെ ഇരട്ടിയിലധികം ജനം ഈ പാതിരാത്രിയിലും വന്ന് നിൽക്കുകയാണ്. ചാത്തന്നൂരൊക്കെ മനുഷ്യക്കടലായിട്ടുണ്ട്. ഷീജ, എന്താണ് അവിടുത്തെ സാഹചര്യം? തീർച്ചയായും മസിദ, നമുക്ക് വാക്കുകളിൽ വ്യക്തമാക്കാൻ സാധിക്കില്ല എത്രത്തോളം തിരക്കാണ് ഇവിടെയുള്ളത്, എത്രത്തോളം മനുഷ്യരാണ് ഈ അർദ്ധരാത്രിയിലും VS എന്ന് പറയുന്ന ആ മനുഷ്യനെ കാണാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് പാരിപ്പള്ളി കടന്നാണ്, അതായത് കൊല്ലം ജില്ലയിലെ ആദ്യ കേന്ദ്രമാണ് പാരിപ്പള്ളി എന്ന് പറയുന്നത്. ആ പാരിപ്പള്ളിയിൽ കോരിച്ചൊഴിയുന്ന മഴയാണ്. അവിടെ നമുക്ക് ആ മഴയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ അല്പസമയം മുമ്പ് കടന്നു വന്നത്. അവിടെ പോലും ആ മഴയെ പോലും കൂസാതെയാണ് എല്ലാ മനുഷ്യരും ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്നത് ഒരു മനുഷ്യനെ കാണുവാൻ വേണ്ടി, ആ മനുഷ്യന്റെ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചാത്തന്നൂരാണ്. ചാത്തന്നൂരും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം പേരാണ്, സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എല്ലാവരും ചേർന്ന് എത്രത്തോളം പേരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത്. രാത്രി ഇപ്പോൾ ഏകദേശം 1 മണിയാകുന്നു. എന്നാലും VSനെ കാണുവാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ അവസാന യാത്രയപ്പ് നൽകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത്ര വൈകിയും ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത്രയും നല്ലൊരു നേതാവായിരുന്നു. ഇത്രയും ജനങ്ങളെ കാണുമ്പോൾ തന്നെ അറിയില്ലേ അതിന്റെ ഇതെന്താണെന്നുള്ളത്. ഇനിയും ഇത് വൈകാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ നിൽക്കും. അതിശക്തമായ മഴയായിരുന്നു കുറച്ചു മുമ്പ് ഇവിടെയൊക്കെ പെയ്തത്. അതെ, ആ മഴയിൽ പോലും ആരും കുറയാതെ വീണ്ടും കൂടുതൽ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വീണ്ടും വീണ്ടും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണോ ഈ ചാത്തന്നൂരാണോ സ്ഥലം? അതെ അതെ, ഞാനിവിടെ KSRTC വർക്ക് ചെയ്യാണ്. തീർച്ചയായും നിരവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്ന് വരികയാണ്? ഇവിടെ ചാത്തന്നൂരുള്ളവരാണ്. കൊട്ടാരക്കര. എപ്പോഴാണ് എത്തിയത് ഇവിടെ? ഞങ്ങൾ വൈകിട്ട് 6 മണിക്ക്. 6 മണിക്ക് എത്തിയതാണ്. ആ വഴിയൊന്നും ഈ യാത്ര കടന്നു പോകാത്തത് കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നേതാവിനെ കാണാൻ വേണ്ടി. നല്ല ശക്തനായ ഒരു നേതാവാണ്. മലയാളികളുടെ മനസ്സിൽ കെടാതെ എന്നും VS ജീവിച്ചിരിക്കും, മരിച്ചിട്ടില്ല. മോൾക്ക് എങ്ങനെയാ? അവൻ്റെ ജീവിതം തന്നെ പോരാട്ടം തന്നെ ജീവിതം. ഏവർക്കും പിന്നെ മാതൃകാവുന്ന, അതുപോലെ തന്നെ ഏവർക്കും ഒരു റോൾ മോഡൽ എന്ന് പറയുന്ന ആളാണ്. ഇപ്പോഴത്തെ പുതുക്ക് ഏറെ റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരാളാണ് VS. ഇന്ന് ഒരു നൂറ്റാണ്ടിൻ്റെ സമരവീര്യമാണ് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. മോൾക്ക് എങ്ങനെയാണ് ഈ VS എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് അറിയുന്നത്? പണ്ട് തൊട്ട് ഇപ്പം വരെ ഞാൻ കേട്ടു അറിഞ്ഞു വളർന്ന മനുഷ്യനാണ്. ഇപ്പോഴും ആലോചിക്കുമ്പം രക്തം തിളയ്ക്കാണ് VS എന്ന് പറയുമ്പോൾ. ഇനി ഏത് തലമുറയ്ക്കായാലും VS എന്നും അഭിമാനമായിരിക്കും. എപ്പോഴും ഒരു റോൾ മോഡൽ തന്നെയാണ്. ഇനി വരുന്ന തലമുറ എല്ലാം അറിയേണ്ട മനുഷ്യൻ തന്നെയാണ് VS. സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട്. ഇരുന്നാൽ മതിയായിരുന്നു, ഇപ്പം മരിക്കണ്ടെന്നായിരുന്നു എപ്പോഴും ആഗ്രഹം. VSനെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, എപ്പോഴെങ്കിലും കാണണം, അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ജനലക്ഷങ്ങളുടെ പ്രിയങ്കരനായ നേതാവാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ. ഞാനൊരു ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ പെരുമണായിരുന്നു എൻ്റെ ദേശം. പെരുമണിൽ ട്രെയിൻ ദുരന്തം വാർഷികത്തിന് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ട നേതാവാണ്, പ്രിയപ്പെട്ട സഖാവാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല.
തീർച്ചയായും വസുധ, ഇവരുടെയൊക്കെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എത്രത്തോളം ആവേശമാണ് ഓരോ വ്യക്തികൾക്കും VS എന്നുള്ളത്. ആ കുട്ടിയുടെ മനസ്സിൽ പോലും എത്രത്തോളം ആവേശമാണ് ആ മനുഷ്യൻ വിതറിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ അർദ്ധരാത്രിയിലും ഇത്ര അണമുറിയാത്ത രീതിയിൽ ഒരു ജനപ്രവാഹം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യന് ആ മനുഷ്യൻ്റെ അവസാന യാത്രയിലുള്ള യാത്രയയപ്പ് നൽകാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രവാഹമാണ്, ജനപ്രവാഹമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ ഓരോ കേന്ദ്രങ്ങളിലും അത്രത്തോളം വലിയ ജനസാഗരം തന്നെയാണ് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടി നിലനിൽക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഏതായാലും ഈ ജനസാഗരം അത് കുറയുന്നില്ല. മാറാത്ത ആവേശത്തോടെയാണ് തങ്ങളുടെ പ്രിയ സഖാവിന് അവസാനമായി ഒരു വട്ടം കാണാൻ, അവസാനമായി അന്ത്യപുഷ്പം അർപ്പിക്കാൻ, അന്ത്യചുംബനം അർപ്പിക്കാൻ, അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ജനങ്ങൾ കാത്തു നിൽക്കുന്നത്.